നടൻ ശ്രീനിവാസിൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭാര്യ വിമല, ഒപ്പം വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവരെ ദൃശ്യങ്ങൾ കാണാം. അല്പസമയം മുമ്പാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നിരവധി ആളുകൾ അവിടെ എത്തിപ്പോകുന്നുണ്ട്. കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ മൃതദേഹത്തിന് തൊട്ടടുത്തത്. നിങ്ങൾക്ക് ദയവ് ചെയ്തൊന്ന് സഹകരിക്കാം. നിങ്ങൾ ആ കോർണറിലേക്ക് നിന്ന് എല്ലാവരും ഒന്ന് കാണാൻ പറ്റും. ഒന്ന് കുറച്ച് ബാക്കിലേക്ക് കാരണം ഈ സൈഡ് വഴി വിടാൻ വേണ്ടി പരിമിതികളൊന്നും മനസ്സിലാക്കണം. പ്ലീസ്, പരിമിതികളൊന്നും മനസ്സിലാക്കണം. നടൻ ശ്രീനിവാസിൻ്റെ മൃതദേഹം വീട്ടിൽ ദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എറണാകുളത്ത് പൊതുദർശനമുണ്ടാവും. അദ്ദേഹം ദീർഘനാളുകളായി എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്ത് പൊതുദർശനമുണ്ടാവും. സണ്ണി ജോസഫിൻ്റെ പ്രതികരണം. ഇതിൻ്റെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ എല്ലാം സുഹൃത്തുക്കളാണ്. ഒരു സിനിമയുണ്ടല്ലോ, ഒരു നമ്മളെ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള, അതായത് ആ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഇങ്ങനെ ബസ് കൈ കാണിച്ച് നിർത്തുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അമ്മാവനൊരു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്, വേണു. പിന്നെ RTO ആയിട്ട് പിരിഞ്ഞതാണ്. ശ്രീനിവാസൻ്റെ അങ്കിൾ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾക്കത് പ്രത്യേകിച്ച് വേണുവിനെ കൂടെ അറിയുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ ആസ്വദിച്ച സിനിമകളാണ്. ഹാസ്യ കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള കഥാപാത്രങ്ങളെയും ഒരുമിച്ച് അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ചിന്താവിഷയ ശ്യാമള കാണുമ്പോൾ ഈ ഭാര്യ എന്നെ കളിയാക്കും, നിങ്ങളെപ്പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്ത ആളുകളെ കുറിച്ചുള്ള ചില സങ്കല്പമുണ്ടല്ലോ. ഏതായാലും വളരെ ഭാവനാസമ്പന്നനായ, വളരെയേറെ അഭിനയ ചാതുര്യമുള്ള പ്രമുഖ നടൻ്റെ വേർപാടിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അതിശക്തമായ വേദനയും പരിശോധനവും ചലച്ചിത്ര മേഖലയും കുടുംബത്തെ അറിയിക്കുകയാണ്. സണ്ണി ജോസഫിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. KPCC അധ്യക്ഷൻ അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ സിനിമയും സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങളുമാണ്. മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളാണ് ഒപ്പമുള്ളത്. എറണാകുളം ടൗൺ ഹാളിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ വന്നു പോകാൻ സൗകര്യമുള്ള ഇടങ്ങളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാരമടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങളിലേക്ക് പോവുക. ഇന്ന് രാവിലെ 8:30 അദ്ദേഹത്തിൻ്റെ അന്ത്യം. വീട്ടിൽ നിന്നും അദ്ദേഹത്തെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരികയായിരുന്നു. മരണസമയത്ത് അടുത്ത് കുടുംബാംഗങ്ങളൊക്കെ അടുത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. 69-ാം വയസ്സിലാണ് അന്ത്യം. ഇനിയും എത്രയോ സിനിമകൾ സൃഷ്ടിക്കപ്പെടേണ്ട ആളായിരുന്നു. പക്ഷേ ആരോഗ്യാവസ്ഥ മോശമായി. അതിനിടയിൽ അന്ത്യം സംഭവിക്കുന്നു. പക്ഷേ അവസാന നാടുകളിലും പൊതുജീവിതത്തിൽ സജീവമാകുന്നു. ഇനിയും സിനിമകൾ ചെയ്യുക എന്ന സ്വപ്നം പങ്കുവയ്ക്കുക. നേരത്തെ സത്യനന്ദിക്കാടൊക്കെ പങ്കുവച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ, ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിന് വളരെ ആർജവത്തോടെ ഇപ്പോഴും കരുത്തുറ്റ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയുന്ന ശേഷിയുള്ള ചിന്തകളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഒരു പക്ഷേ ഇനിയും സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹം സത്യനന്ദിക്കാടുമായി അദ്ദേഹം നേരത്തെയും പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് മലയാളത്തിൻ്റെ വലിയ നഷ്ടമായി ശ്രീനിവാസൻ മാറുന്നത്. അനുസ്മരിക്കുന്ന ഓരോരുത്തർക്കും ശ്രീനിവാസൻ എന്നത് ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തകൻ്റെ, ഏതെങ്കിലും ഒരു നടൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയുടെ വിടവാങ്ങലല്ല. ശ്രീനിവാസനെ അനുസ്മരിക്കുമ്പോൾ അതിൽ കൃത്യമായ കാമ്പുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അനുസ്മരിക്കുന്നത്. കാരണം ശ്രീനിവാസൻ ബാക്കി വെച്ചിട്ട് പോകുന്നതും അതാണ്. ഓരോരുത്തർക്കും അടയാളപ്പെടുത്താൻ ശ്രീനിവാസന് ഒരു ഇടമുണ്ടായിരുന്നു എന്നതാണ്. മലയാളത്തിൻ്റെ വലിയ സ്വപ്നങ്ങളുമായി മദിരാശിക്ക് വണ്ടി കയറിയും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അദ്ദേഹം സിനിമയിൽ ഡിപ്ലോമ പൂർത്തിയാവുന്നു. രജനീകാന്തിൻ്റെ അടക്കമുള്ള സഹപാഠിയായിരുന്നു. അങ്ങനെ സിനിമയുടെ തുടക്കകാലത്തെ എല്ലാ പ്രത്യേകതകളിലും പഞ്ചവടിപ്പാലം പോലെയുള്ള, അങ്ങാടി പോലെയുള്ള സിനിമകളിൽ ഒന്ന് മിന്നിമായുന്ന ശ്രീനിവാസനെ നമുക്ക് കാണാം. പഞ്ചവടിപ്പാലം സിനിമയിൽ അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ശ്രീനിവാസൻ പ്രത്യക്ഷപ്പെടുന്നത്. അതും ചെറിയ സീനുകളിൽ മാത്രം. ഇതായിരുന്നു ശ്രീനിവാസൻ്റെ ആദ്യകാല സിനിമാ സ്വപ്നങ്ങളിൽ അദ്ദേഹം എത്തിപ്പെടാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീട് അദ്ദേഹം മണിമുഴക്കം എന്ന സിനിമയിൽ അദ്ദേഹം വരുന്നു. PA ബേക്കറിൻ്റെ സിനിമയിലാണ്. പിന്നീടും ചെറിയ വേഷങ്ങളുമായി നിൽക്കുന്നു. ഒടുവിൽ സിനിമയുടെ അരികുപറ്റി ജീവിച്ചിരുന്ന ശ്രീനിവാസനെ പ്രിയദർശൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്.
ഓടരുതമ്മാവ ആളറിയാമെന്ന സിനിമ പ്രിയദർശനാണ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയിൽ തിരക്കഥ എഴുതാൻ വിളിച്ചു വരുത്തുകയാണ്. ആ തിരക്കഥ എഴുത്താണ് ശ്രീനിവാസൻ്റെ വളർച്ചയ്ക്ക് പിന്നീട് അങ്ങോട്ട് എത്രയോ സിനിമകൾക്കാണ്. ഒടുവിൽ മുത്താരംകുന്ന് പി ഒ എന്ന ജഗദീഷിൻ്റെ കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ആ സിനിമയിൽ ഗുസ്തിക്കാരുടെ കഥ പറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞ ആ സിനിമയിൽ ശ്രീനിവാസൻ തിരക്കഥയിൽ എഴുതുമ്പോൾ അവിടെ നിന്ന് ആരംഭിക്കുന്നു മറ്റൊരു കൂട്ടുകെട്ട്. ആ സിനിമയിലൂടെ ശ്രീനിവാസനെ തിരിച്ചറിഞ്ഞ സത്യൻ അന്തിക്കാട് പിന്നീട് സത്യൻ സിനിമകളിലെ നിറഞ്ഞ സാന്നിധ്യമായി ശ്രീനി മാറുന്നു. ശ്രീനിവാസൻ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകൾ കാലാതിവർത്തിയായ, നമുക്കെപ്പോഴും പല കാര്യങ്ങളിലും നമ്മളത്രയും പ്രയോഗം നടത്താറുണ്ട്, പക്ഷേ എല്ലാ അർത്ഥത്തിലും അതാണ്. ഏറ്റവും ഉദാഹരിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ അദ്ദേഹം ഹാസ്യത്തിൻ്റെ ബേംപൊടിയിൽ പറഞ്ഞുപോയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ്, വിമർശനങ്ങളാണ്. വെള്ളാനകളുടെ നാടെന്ന സിനിമയിൽ പറയുന്ന പ്രമേയം, ആ പങ്കുവെച്ച പ്രമേയം ഒരുപക്ഷെ ആദ്യ ദിനങ്ങളിൽ അന്ന് ഒപ്പം പ്രവർത്തിച്ച സിനിമാ പ്രവർത്തകർക്കൊക്കെ അതൊരു വലിയ വിഷയമായി മാറുമോ, അതിനത്രയും പ്രസക്തിയുണ്ടോ എന്ന സംശയമുണ്ടായിരുന്നു. കാരണം കരാറുകാരുടെ ജീവിതവും കരാറുകാർ നടത്തുന്ന തട്ടിപ്പുകളും അത് സർക്കാർ സംവിധാനങ്ങളിൽ നടക്കുന്ന അഴിമതികളും ഒക്കെ തുറന്നു കാട്ടപ്പെട്ട സിനിമ വെള്ളാനകളുടെ നാട്, പ്രിയദർശൻ സംവിധാനം ചെയ്ത ആ സിനിമ. ഒരു വശത്ത് അതാവുമ്പോൾ മറുവശത്ത് ശ്രീനിവാസൻ സിനിമ പങ്കുവയ്ക്കുന്ന കാലിക യാഥാർത്ഥ്യം. എല്ലാമായി തിരക്കഥാകൃത്തും എല്ലാമായിരുന്നു ശ്രീനിവാസൻ. എനിക്ക് അപൂർവമായൊരു അനുഭവം ഉണ്ടായി. ഇന്നലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം മുൻകൂട്ടി കണ്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് നൽകുകയും ചെയ്തു, ശ്രീനിവാസന്. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ എറണാകുളത്ത് തിരിച്ചെത്തിയത്. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയുന്നത്. ഇന്നലെ രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാധ്യമങ്ങളിൽ ഞാൻ സത്യം പറഞ്ഞാൽ CPM-നെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രയോഗം. കാരണം തോറ്റു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമാവുന്നില്ല. തോൽപ്പിക്കാൻ എളുപ്പമാണ് നമുക്ക്, പക്ഷേ തോറ്റു എന്ന് അവരെ വിശ്വസിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അവർ നടത്തുന്ന താത്വികമായ വിശകലനം ശങ്കരാടിച്ചേട്ടൻ്റെ കഥാപാത്രത്തിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ശ്രീനിവാസനൊരു ബിഗ് സല്യൂട്ട് ആ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായി. സത്യത്തിൽ എത്ര കാലത്തിൻ്റെ മുൻപേ നടന്ന ആളാണ് അദ്ദേഹം. സരസമായ വാക്കുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഒരുപാട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. മലയാളം ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത, കേരളത്തിൽ ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത ദേശീയ നിലവാരമുള്ള വലിയ ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കും.